നിങ്ങളാ പാടായി. ഞങ്ങളെ വിളിച്ച് വീട്ടിൽ കൊണ്ടോ. ഈ ഊളാളേതാ? അല്ലല്ല, അത് കുളമ്പനല്ല, ഇവിടെ വന്ന് കുളമാക്കുന്നവനാ. കുഞ്ഞമ്മേരെ മോനാ? അവളെ കുഞ്ഞമ്മേരെ മോനെ കിട്ടി. ഇവിടെ ബുക്കാരുടെ എടുത്തത് കുറേ അറിയാമോ? ഇത് ചൈനക്കാരിയല്ലേ? ഇതാരാണ്? 5 പേര് കൂടെ ഉണ്ടോ ഈ കണക്കാവും നീ? അവരുടെ നമ്പർ മേടിച്ചു വെച്ചോ. ഞാൻ ഈ കുട്ടിയെ ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റേ ഇത് ഗ്ലാസ്സിലൊട്ടിക്കണം മറ്റേ ബസന്തി. ഈ ബുക്കാറോ ഒന്ന് കൊറേ കേട്ടും പഠിത്തം. ഒരു ബുക്കാറോ കൊണ്ട് ഒരു സ്കിറ്റ് കൊണ്ടുപോകാൻ പറ്റൂ? എന്ത് മലയാളം വന്നല്ലോ. ബസന്തി ഇറങ്ങി പോടി, എനിക്ക് ജീവിക്കണം. ആ പോയി കുളത്തിൽ ചാടിയിട്ട് നേരെ കയറി വാ. അതെ, കുളിച്ചിട്ട് കയറി. ആ കുളത്തിൽ ചാടി കുളിച്ച് വൃത്തിയായിട്ട് കയറി വരണം, നല്ല ഭംഗിയായിട്ട്. അപ്പൊ അവിടെ നിന്ന് പോ. ഞങ്ങളുടെ കുളത്തിൽ ഇറങ്ങാൻ പറ്റത്തില്ല. സ്കിറ്റ് കളിച്ച് കുളവാക്കിയിട്ടുണ്ട്. നീ സിനിമ കണ്ടിട്ടില്ല? ആ കുളത്തെടുത്ത് ചാടിയിട്ട് വൃത്തിയായിട്ട് വരണം. അങ്ങനെയാണ് അടുത്ത ഫീസ്. എന്നാലേ പോകാൻ പറ്റും മുന്നോട്ട്. അങ്ങനെ കുളത്തിൽ കുളിച്ചാൽ അങ്ങനെയാവാം. അങ്ങനെയല്ലേ പടത്തി? അങ്ങനെയല്ലേ കുളത്തിൽ ഇറങ്ങി ചാടി ഒരു കാര്യം, ഒരു ബക്കറ്റും വെള്ളം സോപ്പ് കൊണ്ടുവരാ. ലോഷൻ ഉണ്ട്. ബസന്തി കുളിച്ചിട്ട് കയറി വരുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് കാണാൻ വ്യാഴം മുതൽ ശനി വരെ രാത്രി 9:30 മറക്കാതെ കാണുക സ്റ്റാർ മാജിക്. വ്യത്യസ്തമായ എൻട്രി അടിപൊളിയാണ്. ഇനി സ്കിറ്റ് എപ്പോഴാണ്? അനുമോൾ കുളത്തിലേക്ക് ചാടുന്നു. അടുത്ത ഘട്ടം ലക്ഷ്മി കയറി വരുന്നു. ബാക്കി നമുക്ക് കളിക്കാം. എന്താണോ നിങ്ങൾ പ്ലാൻ ചെയ്തത് അതൊക്കെ നേരത്തെ കളിച്ചിട്ട് പോയാ മതി. ഒളിച്ചു കൊടുത്തു. ഈ ബാക്കി കളിച്ചിട്ട് പോയാൽ മതി. സൈഡില് പേടിച്ച് നിൽക്കുന്ന 2 പേര്. ക്യാമറ സ്വിച്ച് ചെയ്തോണ്ടിരിക്കുക. നിങ്ങൾക്ക് കുറച്ചെങ്കിലും നാളമാരുണ്ടെങ്കിൽ ക്ലൈമാക്സ് വരവേൽപ്പില്ല മോഹൻലാൽ. ആദ്യം ഞാൻ വരവേൽപ്പ്. കൈയടിക്കണ്ട, ഇതിലുള്ളതാണ്. കൈയടിക്കണ്ട. ആരടിച്ചു? ഇതുവരെ നിങ്ങൾ കൊണ്ടെത്തിച്ചത് ക്ലാസ്. പക്ഷെ ഞങ്ങൾ പ്രേക്ഷകർക്ക് മതിയായിട്ടില്ല. ഞങ്ങൾ വെറുതെ ഇരിക്കില്ല. ഞങ്ങൾക്ക് ഇനിയും കാണണം. ബസന്തി ശരിയല്ലേ? ഇവിടെ വളരെ ശരിയാണ്. ബാക്കി കാണണ്ടേ? അതെ തീർച്ചയായിട്ടും. ഇതൊന്നും അല്ലാത്ത എല്ലാരും ഒന്ന് പോയിരുന്ന ലക്ഷ്മി ഇടത്തി കുഴിയെ കൊണ്ട് ചാടിക്കരുത്. ജനമിടി തുടങ്ങി മകനീ കടുകഠോര കുടു സകടമാണു ശനി ശരണമാരു ശിവനീ വിധികെട്ടൊരു വട്ടനു വീറപ്പൊട്ടനൊരിട്ടം വന്നത് സുന്ദര ഇരിക്കണ്ട നമ്മുടെ എലി. സുന്ദരന്റെ പാസ്പോർട്ട് കടിച്ചു എലിയെ കിട്ടിയേ. അങ്ങനെ എലി ചത്തിരിക്കാതെ ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. ബ്രേക്കിന് മുമ്പ് നിങ്ങൾ കണ്ടത് എലിയെ വരെ അവരെ പിടിച്ചിട്ടുണ്ട് പറക്കും തളികയില്. അപ്പൊ പ്രൊമോ നമുക്ക് കിട്ടി. ബാക്കി എന്ത് സംഭാഷണങ്ങളാണ് നമുക്ക് ഇനി കിടക്കാം സ്കിറ്റിലേക്ക്. പറക്കും തളിക. ഓക്കെ, എന്തോ കഥ ഇത്. നിങ്ങൾക്ക് തോന്നുന്നത് ആ കുട്ടിക്ക് തോന്നി. ഇല്ലാത്ത സാധനം അടിച്ചു കയറ്റുന്നുണ്ടോ? എത്ര നേരം വരെ ഈ കളി കളിക്കുമെന്ന് അറിയണം. ക്ലൈമാക്സ് അറിയാം. സുന്ദര, ഞാൻ ധനലക്ഷ്മി ബാങ്ക് വരെ ഒന്ന് പോയിട്ട് വരാം. ഇന്ന് ലോൺ കിട്ടുമെന്ന് പറയുന്നത് കേട്ടു. ലോൺ മേടിക്കാം. ലോണൊക്കെ ഇവിടെ വരും. നിങ്ങൾക്ക് 2 പേർക്കും നാണില്ല ആ കുട്ടിയുടെ സ്കിറ്റ് കളിച്ച് ആ കൊച്ചേ ഇല്ല, അത് മലയാളം പോലും ഇല്ല. എന്നിട്ട് ഡയലോഗ് അടിച്ച് കേട്ടുന്നു. ലക്ഷ്മിക്ക് ചില്ല് പൊട്ടുന്ന ടാട്ടു പൊട്ടാ. ഇനി സാറ്റ് കളി. ബുക്കാറോ ചിന്നക്കുട്ടി എന്ന് വെച്ചാൽ ഹാവ് എ ഷോർട്ട് ബ്രേക്ക് എന്നാണ് തെലുങ്കിൽ. ഒന്ന് പിന്നെ പുഴുങ്ങാന്നല്ല നിരങ്ങാന്നാ പറയണ്ടത്.
താരിളം കുരുവിക്കും കല്യാണമായി. ഓ പിന്നെ എങ്ങോട്ടാ തീർന്ന പാട്ട് അല്ലെങ്കിൽ നീളത്തി പാട്ടിട്ട് വയ്ക്കും. കടപ്പടയാ കടപ്പട്ടാ കടപ്പട്ടാ നിനക്ക് പോകാനല്ലേ കേട്ടോ കണ്ണപ്പേട്ടനോ? ഇതാ ഇനിയാണ് ഇതിന്റെ യഥാർത്ഥ ക്ലൈമാക്സ്. നമ്മുടെ ബസന്തി, നിങ്ങൾ കാണാൻ ആഗ്രഹിച്ച ബസന്തി കുളിക്കാൻ പോയിരിക്കുകയാണ് ഗൈസ്. കുളി കഴിഞ്ഞ് വരുമ്പോൾ എന്ത് സംഭവിക്കും? അത് വരെ ഒരു മാറ്റമില്ല. ആഹാ ഒരു മാറ്റം കുളത്തിൽ മുള്ളുണ്ടായിരുന്നെന്ന് തോന്നുന്നു. പക്ഷെ നടത്തേക്ക് അമ്മ ഏ, അത് അതാണോ